ഹലോ എവരി വൺ, വെൽക്കം ടു എ ഡ്രീം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മൾ ഡിസ്കഷൻ ചെയ്യുന്നത് NIOS +2 എക്കണോമിക്സിന്റെ 25th ചാപ്റ്റർ ആണ്. 25ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള നാഷണൽ ഇൻകം ആൻഡ് ഇറ്റ്സ് മെഷർമെന്റ്, ദേശീയ വരുമാനവും അതിന്റെ മെഷർമെന്റും അളക്കലും. ചാപ്റ്റർ 25 നാഷണൽ ഇൻകം ആൻഡ് ഇറ്റ്സ് മെഷർമെന്റ്, ദേശീയ വരുമാനവും അതിന്റെ അളക്കലും എന്ന ചാപ്റ്ററിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പൊ നമ്മള് ദേശീയ വരുമാനം എന്താ എന്നൊക്കെ ടീച്ചർ പറഞ്ഞു തന്നിരുന്നു. ദേശീയ വരുമാനത്തെ കുറിച്ചും അത് എത്രത്തോളം ഒരു രാജ്യത്തിന്റെ പുരോഗതിക്ക് കാരണമാകുന്നുണ്ട് എന്നും, പിന്നെ അതേപോലെ ദേശീയ വരുമാനവുമായി ബന്ധപ്പെട്ട മറ്റൊരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അല്ലെ. ഇനി നമ്മൾക്ക് അതിനെ അതായത് മെഷർമെന്റ് ചെയ്യുന്ന രീതിയെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിലൂടെ ഡിസ്കഷൻ ചെയ്യുന്നത്. നോക്കൂ, നമ്മളുടെ ദേശീയ വരുമാനത്തിന്റെ തോത് ഓരോ വർഷവും എത്രയായിരുന്നു എന്നാണ് ഈ ഒരു കർവ് നമുക്ക് സൂചിപ്പിക്കുന്നത്. ദേശീയ വരുമാനത്തിന്റെ തോത് വർദ്ധിച്ചു വരുന്നതാണ് ഈ കർവിൽ കാണിക്കുന്നത്, പിന്നെ കുറയുന്നത് കാണിക്കുന്നുണ്ട്. അതേപോലെ 2013-ലും 2014-ലും 2015-ലും 2016-ലും 2017-ലും 2018-ലും 2019-ലും ഒക്കെ ദേശീയ വരുമാനത്തിൽ വരുന്ന മാറ്റങ്ങളാണ് ഈ കർവിലൂടെ കാണിക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക എന്ന് മാത്രം. ഇനി നമ്മൾക്ക് ദേശീയ വരുമാനം എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ദേശീയ വരുമാനത്തിന്റെ എന്തൊക്കെ കാര്യങ്ങളാണ് ദേശീയ വരുമാനത്തിൽ ഉൾപ്പെടുന്നത് എന്ന് നോക്കിക്കോളൂ. എന്താണ് ദേശീയ വരുമാനം എന്ന് ചോദിച്ചാൽ എന്താ നിങ്ങൾ പറയുക? നമ്മൾ പഠിച്ച തന്നെയാണ് ദേശീയ വരുമാനം എന്ന് പറഞ്ഞാല് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ആകെ അളവിനെയാണ് ദേശീയ വരുമാനം എന്ന് പറയുക. അതല്ലെങ്കിൽ ഒരു രാജ്യത്തെ ഒരു വർഷത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യത്തെയും എന്ത് പറയാം? ദേശീയ വരുമാനം അഥവാ GDP എന്ന് പറയാം. ഇപ്പൊ ദേശീയ വരുമാനം GDPയുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പൊ ഇവിടെ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ദേശീയ വരുമാനം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ആകെ അളവാണ് ദേശീയ വരുമാനം. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ആകെ അളവിനെയാണ് എന്തു പറയുന്നത്? ദേശീയ വരുമാനം, നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ഇനി ദേശീയ വരുമാനം അളക്കുന്നത് പ്രധാനമായും 3 രീതികളിലൂടെയാണ്. ഉൽപാദന രീതി, വരുമാന രീതി, ചെലവ് രീതി. പ്രൊഡക്ഷൻ മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഉൽപാദന രീതി, വരുമാന രീതി, ചെലവ് രീതി എന്നിങ്ങനെ 3 രീതിയിലൂടെയാണ് ദേശീയ വരുമാനം അളക്കുന്നത്. അതേപോലെ ദേശീയ വരുമാനത്തിന്റെ ചാക്രിക പ്രവാഹം, സർക്കുലേഷൻ ഓഫ് ഇൻകം എന്ന് പറയും. നാഷണൽ ഇൻകത്തിന്റെ സർക്കുലേഷൻ, അതിലെന്തൊക്കെ വരിക? ഉൽപാദനം വരാം, വരുമാനം വരാം, ചെലവ് വരാം. ഇവയൊക്കെയുള്ള ആ ചാക്രിക പ്രവാഹത്തെയാണ് ദേശീയ വരുമാനത്തിന്റെ ചാക്രിക പ്രവാഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദേശീയ വരുമാനവുമായി ബന്ധപ്പെട്ട് ഒരു ചാർട്ട് ഇവിടെ തന്നിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ ഹൗസ് ഹോൾഡ് ഉണ്ട്, ഫേം ഉണ്ട്, അതേപോലെ ഗവൺമെന്റ് ഉണ്ട്, റെസ്റ്റ് ഓഫ് ദ വേൾഡ് ഉണ്ട്, ലോകമുണ്ട്. മൊത്തത്തിലുള്ള ലോകം, ഹൗസ് ഹോൾഡ്, ഫേം, ഗവൺമെന്റ്. അപ്പൊ നമുക്കറിയാം ഇവിടെ നിന്നും ജനറേറ്റ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. ആദ്യം ഹൗസ് ഹോൾഡ് എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് സേവിങ്സ് ആണ്. അതായത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനേക്കുള്ള പ്രൈവറ്റ് സേവിങ്സ്. അത് ഫേമിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റും ആണ്. ഹൗസ് ഹോൾഡിന്റെ സേവിങ്സ് പ്രൈവറ്റ് സേവിങ്സ് ആയിരിക്കും. ഏതിലേക്ക് ഉണ്ടായിരിക്കും? സ്വകാര്യ സേവിംഗ് എന്ന് പറയും. അപ്പോ ഹൗസ് ഹോൾഡ് പറഞ്ഞാൽ കുടുംബത്തിൽ നിന്നും ഒരു സ്വകാര്യ സേവിങ് എവിടേക്ക് ചെല്ലും? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ചെല്ലും. ആ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യും. അങ്ങനെ അത് എവിടേക്ക് എത്തും? ഫേമിലേക്ക് എത്തും. അങ്ങനെ ഫേമിൽ നിന്നും ടോട്ടൽ ഇൻകം ഈക്വൽ ടോട്ടൽ പ്രൊഡക്ഷൻ ഈക്വൽ GDP. അങ്ങനെ ഒരു ഫേമിൽ നിന്നാണ് ഡിസ്പോസിബിൾ ഇൻകം വീണ്ടും എവിടേക്ക് തന്നെ എത്തുക? ഹൗസ് ഹോൾഡിലേക്ക് എത്തുക.
പിന്നെ ഹൗസ് ഹോൾഡിൽ നിന്നും കൺസപ്ഷൻ വഴി ഉപഭോഗം വഴി എവിടേക്ക് തന്നെ എത്തും? ഫേമിലേക്ക്. അപ്പൊ ഹൗസ് ഹോൾഡിൽ നിന്നും ഫേമിലേക്കും ഫേമിൽ നിന്നും ഹൗസ് ഹോൾഡിലേക്ക് തന്നെയാണ് നമ്മളുടെ ചാക്രിക പ്രവാഹം കടന്നു പോകുന്നത്. ഹൗസ് ഹോൾഡിൽ നിന്ന് എവിടേക്ക് എത്തുന്നുണ്ട്? ഹൗസ് ഹോൾഡിൽ നിന്നും ഫേമിലേക്ക് എത്തും, ഫേമിൽ നിന്ന് ഹൗസ് ഹോൾഡിലേക്കും എത്തും. അതാണ് ഈ ചാക്രിക പ്രവാഹം കാണിക്കുന്നത്. പിന്നെ ഗവൺമെന്റിൽ ട്രാൻസ്ഫർ ഉണ്ടായിരിക്കാം, ടാക്സ് ഉണ്ടായിരിക്കാം, ഗവൺമെന്റ് പർച്ചേസ് ഉണ്ടായിരിക്കാം, ഗവൺമെന്റ് ബൊറോവിങ്, ഗവൺമെന്റിന്റെ കടം ഉണ്ടായിരിക്കാം. ലോകങ്ങളിൽ നടക്കുമ്പോൾ ഇമ്പോർട്ട് ഉണ്ടാവാം, എക്സ്പോർട്ട് ഉണ്ടാവാം. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആകുമ്പോൾ ബൊറോവിങ് ഫ്രം അബ്രോഡ് ആയിരിക്കും, അല്ലെ? വിദേശ രാജ്യങ്ങളിലേക്കുള്ള ബൊറോവിങ്സ് ആയിരിക്കും നടക്കുക. അപ്പൊ ഈ ഒരു ചാർട്ട് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. നമ്മളെ ദേശീയ വരുമാനത്തെ വ്യക്തമാക്കുന്ന ഒരു സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ചാർട്ടാണ് കേട്ടോ അത്. നിങ്ങളുടെ ഗൈഡില് പേജ് നമ്പർ 291 അതിന്റെ സിമ്പിൾ ആയിട്ടുള്ളതാണ് കൊടുത്തിട്ട്. പക്ഷെ അത് പോരാ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇത് ഓർത്ത് വെക്കണം. ഇത്ര പ്രവർത്തനങ്ങൾ നമ്മളുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിൽ വരുന്നുണ്ട്. അപ്പൊ നമ്മളെ ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ ഇത്രയും പ്രോസസ്സുകളാണ് നടക്കുന്നത്. ഹൗസ് ഹോൾഡിൽ നിന്നും ഉപഭോഗം നടക്കും എവിടേക്ക്? വിപണിയിലേക്ക്. വിപണിയിൽ നിന്നും അത് എന്തായിട്ട് പോകും? ഇങ്കായിട്ട് ഹൗസ് ഹോൾഡിലേക്ക് തന്നെ എത്തും. പിന്നെ ഗവൺമെന്റിൽ എന്തൊക്കെ വരിക? ട്രാൻസ്ഫർ വരും, മണി ട്രാൻസ്ഫർ വരും, ഗവൺമെന്റിക്ക് ടാക്സ് വരും, പർച്ചേസ് വരും, ബൊറോവിങ്സ് വരും. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് വരും. ഒരു റെസ്റ്റ് ഓഫ് ദ വേൾഡ് ആകുമ്പോൾ ഇമ്പോർട്ടും ഉണ്ടാവും, എക്സ്പോർട്ടും ഉണ്ടായിരിക്കും. അതേപോലെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ബൊറോവിങ് ഫ്രം അബ്രോഡ് വരും, വിദേശത്തേക്കുള്ള ബൊറോവിങ്സ് വരും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് ദേശീയ വരുമാനം കേട്ടോ. ഇതൊക്കെ ഉൾപ്പെട്ടിട്ട് അവസാനം കിട്ടുന്ന നമ്മളുടെ വരുമാനത്തിന്റെ അളവാണ്. ഈ എല്ലാ കാര്യങ്ങളിലൂടെയും നമ്മുടെ രാജ്യം കടന്നു പോയി അവസാനം ആ രാജ്യത്തിന്റെ ഒരു വർഷത്തെ വരുമാനം കണക്കാക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ദേശീയ വരുമാനം എന്ന് പറയുന്നത്. പിന്നെ ദേശീയ വരുമാനം അളക്കുക 3 മെത്തേഡുകൾ ഉപയോഗിച്ചിട്ടാണ് ദേശീയ വരുമാനം അളക്കാറുള്ളത്. അപ്പോ നമ്മളുടെ ദേശീയ വരുമാനത്തിന്റെ സർക്കുലേഷൻ ആണ് ഈ പഠിച്ചത്. ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യുക പ്രധാനമായും 3 ഘടകങ്ങളിലൂടെയാണ്. ഏതൊക്കെയാണ്? ഉൽപാദന രീതി, വരുമാന രീതി, ചെലവ് രീതി. ചാക്രിക പ്രവാഹം അതായത് സർക്കുലേഷൻ ഓഫ് നാഷണൽ ഇൻകം ആണ് ഈ കാണിച്ചിട്ടുള്ളത് കേട്ടോ. അടുത്തത് നോക്കൂ. ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ്, മെഷർമെന്റ് ചെയ്യുക, അതായത് നാഷണൽ ഇൻകം മെഷർമെന്റ് ചെയ്യുന്നത് 3 മെത്തേഡുകളിലൂടെയാണ്. നാഷണൽ ഇൻകം മെഷർമെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് നാഷണൽ ഇൻകം മെഷർമെന്റ്? നാഷണൽ ഇൻകം അളക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട തരങ്ങൾ, ടൈപ്പുകൾ ഏതൊക്കെയാ ചോദിച്ചാല് എന്താ നിങ്ങൾ വെക്കുക? ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആട്ടോ. നാഷണൽ ഇൻകം മെഷർമെന്റ് ചെയ്യാനുള്ള 3 മെത്തേഡ്, 3 മെത്തേഡുകൾ അല്ലെങ്കിൽ 3 ടൈപ്പുകൾ ഏതൊക്കെയാണ്? ഉൽപാദന രീതി, പ്രൊഡക്ഷൻ മെത്തേഡ് അഥവാ വാല്യൂ ആഡഡ് എന്ന് പറയും. രണ്ടാമത്തേത് വരുമാന രീതി, ഇൻകം മെത്തേഡ് അഥവാ വരുമാന രീതി എന്ന് പറയും. ആൻഡ് തേർഡ് വൺ എക്സ്പെൻഡിച്ചർ മെത്തേഡ്, ചെലവ് രീതി. അപ്പൊ ദേശീയ വരുമാനം മെഷർമെന്റ് ചെയ്യുന്നതിന് 3 രീതികളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പ്രൊഡക്ഷൻ മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഇപ്പൊ ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യാൻ 3 രീതികളാണ് ഉപയോഗിക്കുക. ഏതൊക്കെയാണ്? പ്രൊഡക്ഷൻ മെത്തേഡ്, അതിനറിയപ്പെടുന്ന പേരാണ് ഉൽപാദന രീതി അഥവാ വാല്യൂ ആഡർ എന്ന് പറയും. ഇൻകം മെത്തേഡ് അഥവാ വരുമാന രീതി, എക്സ്പെൻഡിച്ചർ മെത്തേഡ് അഥവാ ചെലവ് രീതി. അപ്പൊ ഇവിടെ ഉൽപാദനമായാലും വരുമാനമായാലും ചെലവായാലും ഈ 3 രീതികളിലൂടെയാണ് എന്ത് കണക്കാക്കുക? നാഷണൽ ഇൻകം കണക്കാക്കുന്നത്. ഇപ്പൊ ദേശീയ വരുമാനം എന്താന്ന് ടീച്ചർ പറഞ്ഞു തന്നു. ദേശീയ വരുമാനം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ആകെ അളവിനെയാണ് ദേശീയ വരുമാനം എന്ന് പറയാ. അപ്പൊ ആ രാജ്യത്തിന്റെ ദേശീയ വരുമാനം എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ വരിക എന്നാണ് ഈ ഒരു സർക്കുലേഷൻ ഓഫ് നാഷണൽ ഇൻകത്തിൽ കാണിക്കുന്നത്. പിന്നെ നമ്മൾ ദേശീയ വരുമാനം കണക്കാക്കാൻ 3 മെത്തേഡാണ് പഠിക്കുന്നത്. പ്രൊഡക്ഷൻ മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഇനി അതിൽ നമുക്ക് പ്രൊഡക്ഷൻ മെത്തേഡിനെ കുറിച്ച് വ്യക്തമാക്കാം. എന്താണ് പ്രൊഡക്ഷൻ മെത്തേഡ്? ഉൽപാദന രീതി നോക്കിക്കോളൂ. ഉൽപാദന രീതി, പ്രൊഡക്ഷൻ മെത്തേഡ്.
ഉൽപാദന രീതി എന്നത് ഒരു രാജ്യത്തിന്റെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള ഒരു രീതിയാണ്. രാജ്യത്തിന്റെ ദേശീയ വരുമാനം കണക്കാക്കാൻ വേണ്ടിയുള്ള രീതിയെയാണ് എന്ത് പറയുന്നത്? ഉൽപാദന രീതി. ഇതിനെ ഔട്ട്പുട്ട് മെത്തേഡ് അഥവാ പ്രോഡക്റ്റ് മെത്തേഡ് എന്ന് വിളിക്കുന്നു. ഈ ഉൽപാദന രീതിയെ ഏത് രീതിയിലൊക്കെയാണ് വിളിക്കുന്നത്? ഔട്ട്പുട്ട് മെത്തേഡ് അഥവാ പ്രോഡക്റ്റ് മെത്തേഡ് എന്ന് വിളിക്കുന്നു. ഉൽപാദന രീതിയെ ഏതൊക്കെ രീതിയിലാണ് അറിയപ്പെടുക? ഔട്ട്പുട്ട് മെത്തേഡ് എന്നോ പ്രോഡക്റ്റ് മെത്തേഡ് എന്നൊക്കെയാണ് അറിയപ്പെടുക. നമ്മുടെ രാജ്യത്തിന്റെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള ആദ്യത്തെ രീതിയാണ് ഉൽപാദന രീതി. രണ്ടാമതായി അതേപോലെ തന്നെ പിന്നെ എന്തായാലും പറയുന്നത്, ഒരു രാജ്യത്തെ ഒരു നിശ്ചിത കാലയളവിൽ ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ വസ്തുക്കളുടെയും സേവനങ്ങളുടെയും മൊത്തം മൂല്യം കണക്കാക്കുന്നു. അപ്പൊ ഉൽപാദന രീതിയിൽ എന്താ ചെയ്യുക? ഒരു രാജ്യത്ത് നിശ്ചിത കാലയളവിനുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അന്തിമമായ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൊത്തം മൂല്യം കണക്കാക്കുന്നതാണ് ഏത്? ഉൽപാദന രീതിയിലെ ഒന്നാമത്തെ പോയിന്റ്, ഫസ്റ്റ് പോയിന്റ്. ഉൽപാദന രീതി എന്ന് പറയുന്നത് ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള ഒന്നാമത്തെ രീതിയാണ്. അതിനെ ഏതൊക്കെ പേരിൽ അറിയപ്പെടാം? ഔട്ട്പുട്ട് മെത്തേഡ് അഥവാ പ്രോഡക്റ്റ് മെത്തേഡ് എന്നറിയപ്പെടാം. ഇതിന്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്താണ്? ഒരു രാജ്യത്തെ ഒരു നിശ്ചിത കാലയളവിൽ ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ വസ്തുക്കളുടെയും സേവനങ്ങളുടെയും മൊത്തം മൂല്യമാണ് ഏതിൽ കണക്കാക്കുന്നത്? ഉൽപാദന രീതിയിൽ കണക്കാക്കുന്നത്. രണ്ടാമത് എന്താ പറയുന്നത്? സാധാരണയായി ഒരു വർഷത്തെ ഉൽപാദനമാണ് ഏതിൽ കണക്കാക്കുക? ഉൽപാദന രീതിയിൽ കണക്കാക്കുന്നത്. സാധാരണയായി ഒരു വർഷത്തെ ഉൽപാദനം മാത്രമാണ് ഉൽപാദന രീതിയിൽ കണക്കാക്കുന്നത്. മൂന്നാമത് എന്താ പറയുന്നത്? രാജ്യത്തിന്റെ വിവിധ ഉൽപാദന മേഖലകളെ പ്രധാനമായി മൂന്നായി തിരിക്കുന്നു. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. ഉൽപാദന രീതിയില് നമ്മുടെ രാജ്യത്തിന്റെ 3 മേഖലകളുണ്ട്. നമ്മുടെ രാജ്യത്തിന് പ്രാഥമികം എന്ന് പറഞ്ഞാൽ കാർഷിക മേഖല, ദ്വിതീയം എന്ന് പറഞ്ഞാൽ സെക്കൻഡറി അഥവാ ഇൻഡസ്ട്രിയൽ മേഖല, തൃതീയം എന്ന് പറഞ്ഞാല് ടേഴ്സറി അഥവാ സേവന മേഖല. അപ്പോ ഉൽപാദന രീതിയിലെ 3 മേഖലകൾ തിരിച്ചിട്ടുണ്ട്: പ്രൈമറി, സെക്കൻഡറി, ടേഴ്സറി. പ്രാഥമികം, ദ്വിതീയം, തൃതീയം. പ്രാഥമിക ആവുമ്പോ കാർഷിക മേഖലയാണ്, ദ്വിതീയ ആവുമ്പോ വ്യവസായ മേഖലയാണ്, തൃതീയ ആവുമ്പോ സേവന മേഖലയാണ്. നാലാമത്തെ പോയിന്റിലേക്ക് നോക്കൂ. ഓരോ മേഖലയിലും ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ വസ്തുക്കളുടെയും സേവനങ്ങളുടെയും മൂല്യം കണക്കാക്കുന്നു. അതേപോലെ ഓരോ മേഖലയിലും ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ വസ്തുക്കളുടെയും സേവനങ്ങളുടെയും മൂല്യമാണ് കണക്കാക്കുന്നത്. അഞ്ചാമതായി, വിവിധ മേഖലകളിൽ നിന്നുള്ള ഉൽപാദന മൂല്യങ്ങൾ കൂട്ടിച്ചേർത്താണ് ദേശീയ ഉൽപ്പന്നം കണക്കാക്കുന്നത് അഥവാ നാഷണൽ പ്രോഡക്റ്റ് കണക്കാക്കുന്നത്. നമുക്കറിയാം വിവിധ മേഖലകളെ പറഞ്ഞാൽ ഏതൊക്കെ? പ്രാഥമിക മേഖലയിൽ നിന്നുള്ള വരുമാനവും, ദ്വിതീയ മേഖലയിൽ നിന്നുള്ള വരുമാനവും, തൃതീയ മേഖലയിൽ നിന്നുള്ള വരുമാനവും, അങ്ങനെ വിവിധ മേഖലകളിൽ നിന്നുള്ള മൂല്യങ്ങൾ, ഉൽപാദന മൂല്യങ്ങൾ കൂട്ടിച്ചേർത്താണ് ദേശീയ ഉൽപ്പന്നം നാഷണൽ പ്രോഡക്റ്റ് കണക്കാക്കുന്നത്. ഇപ്പൊ നാഷണൽ പ്രോഡക്റ്റ് ദേശീയ ഉൽപ്പന്നം കണക്കാക്കുക എങ്ങനെയാണ്? ഉൽപാദന രീതിയില് വിവിധ മേഖലകളിൽ നിന്നുള്ള ഉൽപാദന മൂല്യങ്ങൾ, പ്രൈമറിയിൽ നിന്നുള്ള മൂല്യങ്ങളും സെക്കൻഡറിയിൽ നിന്നുള്ള മൂല്യങ്ങളും ടേഴ്സറിയിൽ നിന്നുള്ള മൂല്യങ്ങളൊക്കെ കണക്ക് കൂട്ടിക്കൊണ്ടാണ് ദേശീയ ഉൽപ്പന്നം കണക്കാക്കുന്നത്. കൂടാതെ ഇടനില വസ്തുക്കളുടെ മൂല്യം വീണ്ടും കണക്കാക്കരുത്. അങ്ങനെ ചെയ്താൽ ഇരട്ട കണക്കെടുപ്പ്, ഡബിൾ കൗണ്ടിങ് ഉണ്ടാകും. ഇടനില വസ്തുക്കളുടെ മൂല്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സാധനം വെക്കുമ്പോ അതിന് ഇടനിലക്കാരുണ്ടാവും, അതിന്റെ മൂല്യം കണക്കാക്കരുത്. അത് എന്തിന് കാരണമാകും? ഇരട്ട കണക്കെടുപ്പ്, ഡബിൾ കൗണ്ടിങ്ങിന് കാരണമാകും. അതേപോലെ അന്തിമ ഉൽപ്പന്നങ്ങളുടെ മൂല്യം മാത്രം കണക്കാക്കുകയോ മൂല്യവർദ്ധിത രീതി ഉപയോഗിക്കുകയോ ചെയ്യുക. ഇപ്പൊ അന്തിമ ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സാധനം ഇപ്പൊ ഒരു പെന്നിന്റെ എല്ലാ പണിയും കഴിഞ്ഞ് അത് പെന്നായി മാറുമ്പോഴാണ് അത് അന്തിമ ഉൽപ്പന്നമാവുക. ഇപ്പൊ ഏത് പ്രോഡക്റ്റും അന്തിമ ഇപ്പൊ ടി വി ആണെങ്കിൽ ആ ടിവിക്ക് പല പാർട്സുകളുണ്ട്. പക്ഷെ അത് ടി വി ആയി മാറുമ്പോഴാണ് ആ ടിവിയുടെ അന്തിമ ഉൽപ്പന്നം. അപ്പൊ എന്ത് സാധനവും ആ പ്രോഡക്റ്റ് ആയി മാറിയതിന് ശേഷമാണ് അതിന്റെ എന്ത് കൂട്ടാൻ പാടുള്ളൂ? അതിന്റെ മൂല്യം അല്ലെങ്കിൽ മൂല്യവർദ്ധിത രീതി ഉപയോഗിക്കാൻ പാടുകയുള്ളൂ. അന്തിമ ഉൽപ്പന്നങ്ങളുടെ മൂല്യം മാത്രം കണക്കാക്കുകയോ മൂല്യവർദ്ധിത രീതി ഉപയോഗിക്കുകയോ ചെയ്യണം.
അതുകൊണ്ട് അതിന്റെ സൂത്രവാക്യം നോക്കൂ. ദേശീയ ഉൽപ്പന്നം ഈക്വൽ വിവിധ മേഖലകളിലെ അന്തിമ ഉൽപാദനത്തിന്റെ മൊത്തമൂല്യം. ദേശീയ ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ എന്താണ്? വിവിധ മേഖലകളിൽ ഉണ്ടാകുന്ന അന്തിമ ഉൽപാദനത്തിന്റെ മൊത്തമൂല്യമാണ് ദേശീയ ഉൽപ്പന്നം. അന്തിമ ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാം, ഒരു പ്രോഡക്റ്റ് ആവണതിന് മുന്നേ ഒരുപാട് ഘട്ടങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഇന്റർമീഡിയറി ഗുഡ്സുകൾ ചേർന്ന് ചേരും, അതൊക്കെ വന്ന് ചേർന്ന് ഒരു പ്രോഡക്റ്റ് ആയി മാറുന്നതിനെയാണ് അന്തിമ ഉൽപ്പന്നം എന്ന് പറയുക കേട്ടോ. ഇപ്പൊ ദേശീയ ഉൽപ്പന്നം ഈക്വൽ വിവിധ മേഖലകളിലെ അന്തിമ ഉൽപ്പന്നത്തിന്റെ മൂല്യമാണ് ഏത് മെത്തേഡിൽ വരിക? പ്രൊഡക്ഷൻ മെത്തേഡിൽ വരുന്നത്. അപ്പൊ ഇത്രയും പോയിന്റ്സുകൾ നിങ്ങൾ പ്രൊഡക്ഷൻ മെത്തേഡിൽ വെക്കണം കേട്ടോ. ഇപ്പൊ കുട്ടികളെ, ദേശീയ വരുമാനം അളക്കാൻ 3 മെത്തേഡാ ഉപയോഗിക്കുക. ആദ്യത്തെ ഒന്നാമത്തെ മെത്തേഡാണ് ഏത്? ഉൽപാദന രീതി. ആ ഉൽപാദന രീതിയിൽ വരുന്ന പോയിന്റ്സ് ആണ് ഇവിടെ ടീച്ചർ തന്നിട്ടുള്ളത് കേട്ടോ. അടുത്തതാണ് രണ്ടാമത്തെ രീതിയാണ് ഏത്? വരുമാന രീതി, ഇൻകം മെത്തേഡ് എന്ന് പറയും. ദേശീയ വരുമാനം അളക്കാൻ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ രീതിയാണ് ഇൻകം മെത്തേഡ്, വരുമാന രീതി. എന്താണ് വരുമാന രീതി എന്ന് പറഞ്ഞാല്? ഒരു രാജ്യത്തെ ഒരു നിശ്ചിത കാലയളവിൽ സാധാരണയായി ഒരു വർഷത്തിൽ ഉൽപാദന പ്രവർത്തനങ്ങളിലൂടെ ലഭിക്കുന്ന എല്ലാ ഘടക വരുമാനങ്ങളെയും എന്തു പറയാം? ഫാക്ടർ ഇൻകം എന്ന് പറയാം. ഒരു രാജ്യത്തെ ഒരു നിശ്ചിത കാലയളവിൽ സാധാരണയായി ഒരു വർഷത്തിൽ ഉൽപാദന പ്രവർത്തനങ്ങളിലൂടെ ലഭിക്കുന്ന വരുമാനത്തെയാണ് വരുമാന രീതി എന്ന് പറയുന്നത്. അതിന്റെ പ്രത്യേകത എന്താണ്? ഉൽപാദന ഘടകങ്ങൾക്ക് ലഭിക്കുന്ന പ്രധാന വരുമാനം, തൊഴിലിന് ലഭിക്കുന്ന വേതനം, ഭൂമിക്ക് ലഭിക്കുന്ന വാടക, മൂലധനത്തിന് ലഭിക്കുന്ന പലിശ, സംരംഭകർക്കുള്ള ലാഭം, ഇതൊക്കെ ഏത് മെത്തേഡിൽ വരും? വരുമാന രീതിയിൽ വരും. ഇപ്പൊ വരുമാന രീതി എന്ന് പറഞ്ഞാല് ഒരു രാജ്യത്തെ ഒരു നിശ്ചിത കാലയളവിൽ സാധാരണയായി ഒരു വർഷത്തിൽ ഉൽപാദന പ്രവർത്തനങ്ങളിലൂടെ ലഭിക്കുന്ന എല്ലാ ഘടക വരുമാനങ്ങളെയുമാണ് വരുമാന രീതി എന്ന് പറയുന്നത്. ഉദാഹരണം, നമ്മളുടെ തൊഴിലിന് ലഭിക്കുന്ന, നമ്മൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കിട്ടുന്ന ഇൻകം, വേജ്, അതാണ് നമ്മളുടെ ഇൻകം. ഭൂമി നമ്മൾ വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് കിട്ടുന്ന റെന്റ്, അതേപോലെ മൂലധന വസ്തുക്കളിന്മേൽ ലഭിക്കുന്ന പലിശ, സംരംഭകർക്കുള്ള ലാഭം, ഇതൊക്കെ ഏതിൽ ഉൾപ്പെടും? വരുമാന രീതിയിൽ ഉൾപ്പെടുന്നു. അതേപോലെ വരുമാന രീതിയിലെ മൂന്നാമത്തെ പോയിന്റ് നോക്കൂ. ഈ ഘടക വരുമാനങ്ങളെല്ലാം കൂട്ടിച്ചേർത്താണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത്. അപ്പൊ ഈ വരുമാന രീതിയിൽ വരുന്ന ഈ കാര്യങ്ങളൊക്കെ അല്ലേ, വേതനവും വാടകയും പലിശയും ലാഭം ഒക്കെ കൂട്ടിച്ചേർത്താണ് ദേശീയ വരുമാനത്തിലേക്ക് ഏത് കണക്കാക്കുക? വരുമാന രീതി കണക്കാക്കുന്നത്. ഘടക വരുമാനങ്ങളൊക്കെ, ഘടക വരുമാനം എന്ന് പറഞ്ഞാൽ വേതനവും വാടകയും പലിശയും ലാഭം ഒക്കെ ഘടക വരുമാനമാണ്. അപ്പൊ ഈ ഘടക വരുമാനങ്ങളൊക്കെ കൂട്ടിച്ചേർത്താണ് എന്ത് കണക്കാക്കുക? ദേശീയ വരുമാനം കണക്കാക്കുന്നത്. നാലാമത് പറയുന്നത് എന്താണ്? ഉൽപാദന പ്രവർത്തനങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഘടക വരുമാനങ്ങൾ മാത്രം കണക്കാക്കാം. അഞ്ചാമത് ട്രാൻസ്ഫർ വരുമാനങ്ങൾ. ദേശീയ വരുമാനത്തിൽ ഉൾപ്പെടാത്തതാണ് ഏത്? ട്രാൻസ്ഫർ വരുമാനം. അതിന് എക്സാമ്പിൾ ആണ് പെൻഷന്, സ്കോളർഷിപ്പ്, ദാനം. നമ്മള് ദാനം ചെയ്യുക, അതിനൊന്നും എന്തില്ല, അതൊന്നും ദേശീയ വരുമാനത്തിൽ പെടാത്തതാണ്. വരുമാന രീതി ഉപയോഗിക്കുമ്പോൾ ഇരട്ട കണക്കെടുപ്പ്, ഡബിൾ കൗണ്ടിങ് ഒഴിവാക്കണം. അതേപോലെ തന്നെ പ്രൊഡക്ഷൻ മെത്തേഡിലും ഉൽപാദന രീതിയിലും എന്ത് ഒഴിവാക്കണം എന്നാ പറഞ്ഞത്? ഡബിൾ കൗണ്ടിങ് ഒഴിവാക്കണം. അതുകൊണ്ട് അതിന്റെ ഇക്വേഷൻ നോക്കൂ. ദേശീയ വരുമാനം ഈക്വൽ വേതനം പ്ലസ് വാടക പ്ലസ് പലിശ പ്ലസ് ലാഭം. ഇപ്പൊ ദേശീയ വരുമാനം ഏതില്, അതായത് വരുമാന രീതിയിലൂടെ ദേശീയ വരുമാനം എങ്ങനെ കണക്കാക്കുക? വേതനവും വേജും റെന്റും ഇൻട്രസ്റ്റും ലാഭവും കൂടി കൂട്ടുമ്പോഴാണ് വരുമാന രീതിയിൽ അഥവാ ഇൻകം മെത്തേഡിൽ എന്ത് കിട്ടുക? ദേശീയ വരുമാനം കിട്ടുന്നത്. അടുത്തതാണ് ചെലവ് രീതി. മൂന്നാമത്തെ മെത്തേഡാണ് ടീച്ചർ പറയുന്നത് ചെലവ് രീതി, എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയും. എക്സ്പെൻഡിച്ചർ മെത്തേഡില് ചെലവ് രീതി എന്നത് ഒരു രാജ്യത്തിന്റെ ദേശീയ വരുമാനം കണക്കാക്കാനുള്ള ഒരു രീതിയാണ്. ഒരു രാജ്യത്തെ നിശ്ചിത കാലയളവിൽ സാധാരണയായി ഒരു വർഷത്തിൽ നടത്തുന്ന അന്തിമമായ ചെലവുകളെയാണ് ചെലവ് രീതിയിൽ കണക്കാക്കുന്നത്. ഒരു രാജ്യത്തെ
ഒരു നിശ്ചിത കാലയളവിൽ സാധാരണയായി ഒരു വർഷത്തിൽ നടത്തുന്ന അന്തിമ ചെലവുകളാണ് ഏത്? ചെലവ് രീതി. ഇപ്പൊ ചെലവ് രീതി എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്ത് വരുന്ന പല ചെലവുകളെയും ഉൾപ്പെടുന്നതാണ് ഏത്? ചെലവ് രീതി. ഇപ്പൊ ദേശീയ വരുമാനം കണക്കാക്കുക 3 രീതിയിലൂടെയാണ്. ഉൽപാദന രീതി അഥവാ പ്രൊഡക്ഷൻ മെത്തേഡ്, അതെന്താന്ന് നമ്മൾ പഠിച്ചു. രണ്ടാമത്തേതായിരുന്നു വരുമാന രീതി അഥവാ ഇൻകം മെത്തേഡ്, അതും എന്താന്ന് നമ്മൾ പഠിച്ചു. മൂന്നാമത്തേതാണ് ചെലവ് രീതി അഥവാ എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഒരു രാജ്യത്ത് ഒരു വർഷത്തിനുള്ളിൽ വരുന്ന എല്ലാ ചെലവുകളെയും നമുക്ക് എന്ത് പറയാം? ചെലവ് രീതി എന്ന് പറയാം. ഇപ്പൊ ഒരു രാജ്യത്ത് ഒരു നിശ്ചിത കാലയളവിൽ സാധാരണയായി ഒരു വർഷത്തിൽ നടത്തുന്ന അന്തിമ ചെലവുകളാണ് ഏതിൽ വരിക? ചെലവ് രീതിയിൽ വരുന്നത്. മാത്രല്ല രണ്ടാമത്തെ പോയിന്റ് നോക്കൂ. രാജ്യത്തെ വിവിധ മേഖലകളിലെ ആളുകളും സ്ഥാപനങ്ങളും നടത്തുന്ന അന്തിമ ചെലവുകൾ ഇവിടെ കൂട്ടിച്ചേർക്കുന്നു. ഇനി പ്രധാന ചെലവ് ഘടകങ്ങൾ എന്തിനൊക്കെയാണ് ചെലവ് വരിക? സ്വകാര്യ അന്തിമ ഉപഭോഗ പ്രൈവറ്റ് ഫിനാൻഷ്യൽ കൺസപ്ഷനും ഉണ്ടായിരിക്കാം. വ്യക്തികളും കുടുംബങ്ങളും ഉപഭോഗത്തിന് നടത്തുന്ന ചെലവ് നമുക്കറിയാം. വ്യക്തിഗത ചെലവും ഉണ്ടായിരിക്കാം, പ്രൈവറ്റ് ഫിനാൻഷ്യൽ കൺസപ്ഷനും ഉണ്ടായിരിക്കാം. അതേപോലെ സർക്കാർ അന്തിമ ഉപഭോഗ ചെലവ്, ഗവൺമെന്റ് പല വികസനത്തിനും വേണ്ടി നടത്തുന്ന ചെലവുകള്. പിന്നെ നിക്ഷേപ ചെലവുകള്. അപ്പോ പ്രധാനപ്പെട്ട ചെലവ് ഘടകങ്ങൾ നോക്കൂ. സ്വകാര്യ അന്തിമ ഉപഭോഗ ചെലവ്, പ്രൈവറ്റ് ഫിനാൻഷ്യൽ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ, അതിന് ഫീ എന്നാണ് പറയുക. ഇനി സർക്കാർ അന്തിമ ഉപഭോഗ ചെലവ്, ഗവൺമെന്റ് തലത്തിൽ വരുന്ന ചെലവുകൾ, അതിന് ജി എന്ന് പറയും. നിക്ഷേപ ചെലവ് അഥവാ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ, അതിന് ഐ എന്ന് പറയും. കയറ്റുമതി ഇറക്കുമതി ചെലവുകള്, നെറ്റ് എക്സ്പോർട്ട്, കയറ്റുമതിക്ക് എക്സ് എന്നും ഇറക്കുമതിക്ക് എം എന്നും പറയും. അപ്പൊ ഇത്തരം ചെലവുകളൊക്കെ ഏതിൽ വരും? ചെലവ് രീതിയിൽ വരും കേട്ടോ. അതാ ഒന്നും കൂടി നല്ലോണം നോക്കിക്കോളൂ ചെലവ് രീതിയിൽ വരുന്നത് എന്തൊക്കെയാണെന്ന്. സി എ, ജി എ, ഐ എ, എക്സ്, എം. സി എന്ന് പറഞ്ഞാൽ സ്വകാര്യ അന്തിമ ഉപഭോഗ ചെലവ്, അത് ചെലവ് രീതിയിൽ വരും. പിന്നെ സർക്കാർ അന്തിമ ഉപഭോഗ ചെലവ്, അതാണ് ജി എന്ന് പറയാ, ഗവൺമെന്റ് ഫിനാൻഷ്യൽ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ. പിന്നെ നിക്ഷേപ ചെലവ്, ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ, ഐ. പിന്നെ കയറ്റുമതി ഇറക്കുമതി, നെറ്റ് എക്സ്പോർട്ട്, അത് എക്സ് മൈനസ് എം. അതായത് കയറ്റുമതിയും ഇറക്കുമതിയും, കയറ്റുമതിയിൽ നിന്നും ഇറക്കുമതി കുറച്ചുള്ള തുകയാണ് ഏത്? ഈ എക്സ് മൈനസ് എം. കയറ്റുമതിയിൽ നിന്നും ഇറക്കുമതി കുറയ്ക്കുക, നെറ്റ് എക്സ്പോർട്ട്. അപ്പൊ ഇതൊക്കെയാണ് ദേശീയ വരുമാനത്തിലേക്ക് വരുന്ന ചെലവുകൾ കേട്ടോ. ഈ ചെലവൊക്കെ കുറച്ചിട്ടാണ് ബാക്കിയുള്ള തുകയാണ് എന്തിക്ക് വരിക? ദേശീയ വരുമാനത്തിലേക്ക് വരിക. ഈ ചെലവുകളൊക്കെ കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മൾ ദേശീയ വരുമാനം കണക്കാക്കുക. സി പ്ലസ് ഐ പ്ലസ് ജി പ്ലസ് എക്സ് മൈനസ് എം. സി എന്ന് പറഞ്ഞാല് സ്വകാര്യ ചെലവ്, ഐ എന്ന് പറഞ്ഞാല് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ, ജി എന്ന് പറഞ്ഞാല് ഗവൺമെന്റ് ചെലവ്, എക്സ് എന്ന് പറഞ്ഞാല് കയറ്റുമതിയിൽ നിന്നും ഇറക്കുമതി കുറയ്ക്കിയതാണ് എക്സ് മൈനസ് എം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് ഏത്? ചെലവ് രീതിയിലെ ദേശീയ വരുമാനത്തിലേക്ക് വരുന്ന കാര്യങ്ങൾ. ഇപ്പൊ നമ്മള് ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് 3 മെത്തേഡുകളാണ് പഠിച്ചത്. ആ 3 മെത്തേഡിലും വരുന്ന പ്രധാനപ്പെട്ട പോയിന്റുകളും എടുത്തു തന്നു കേട്ടോ. ആദ്യം ഉൽപാദന രീതി പറഞ്ഞു തന്നു, പിന്നെ വരുമാന രീതി പറഞ്ഞു തന്നു, പിന്നെ ചെലവ് രീതിയും പറഞ്ഞു തന്നു. ഇനി നമുക്ക് നമ്മളുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ 3 മേഖലകളാക്കി തിരിച്ചിട്ടുണ്ട്. സാമ്പത്തികമായ പ്രവർത്തനങ്ങളെ 3 മേഖലകളാക്കിയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അത് എന്തൊക്കെയാ നോക്കൂ. പ്രൈമറി സെക്ടർ, ദ്വിതീയ മേഖല സെക്കൻഡറി സെക്ടർ, ടേഴ്സറി സെക്ടർ. പ്രൈമറിയിൽ എന്തൊക്കെയാ വരിക? കൃഷി, വ്യവസായം, പ്രൈമറിയിൽ കൃഷി, മത്സ്യബന്ധനം, വനസംരക്ഷണം, ഖനനം. ഒരിക്കലും വ്യവസായം ദ്വിതീയ മേഖല കേട്ടോ, ഞാൻ പറഞ്ഞതിൽ മിസ്റ്റേക്ക് വന്നതാണ്. പ്രൈമറിയിൽ വരുന്നത് കൃഷി, മത്സ്യബന്ധനം, വനസംരക്ഷണം, ഖനനം, ഇതൊക്കെയാണ് പ്രാഥമിക മേഖല. ഖനനം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മണ്ണിന്റെ അടിയിൽ നിന്നും നാച്ചുറൽ റിസോഴ്സുകൾ ഇത് ചെയ്യാ അല്ലെ, കുഴിച്ചെടുക്കുന്നതിനെയാണ് ഖനനം എന്ന് പറയുക. അപ്പൊ പ്രൈമറിയിൽ വരുന്നത് എന്തൊക്കെയാണ്? പ്രാഥമിക മേഖലയിൽ വരുന്നത് എന്തൊക്കെയാ? കൃഷി, മത്സ്യബന്ധനം, വനസംരക്ഷണം, ഖനനം. ദ്വിതീയ മേഖലയിലാണ് വ്യവസായം വരിക കേട്ടോ. ദ്വിതീയ മേഖലകളൊക്കെ വ്യവസായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ? നിർമ്മാണം, വ്യവസായം, വൈദ്യുതി, കൺസ്ട്രക്ഷൻ, ഇതാണ് ദ്വിതീയ മേഖല. തൃതീയ മേഖലയെ സേവന മേഖല എന്നും പറയും, ടേഴ്സറി സെക്ടർ എന്ന് പറയും. ബാങ്കിങ്, ഗതാഗതം, ആശയവിനിമയം, വ്യാപാരം, അതിന്റെയൊക്കെ ചിത്രങ്ങളാണ്. ബാങ്കിങ്ങിന്റെ, അതേപോലെ തന്നെ ഗതാഗതത്തിന്റെ, ആശയവിനിമയം നടത്തുന്നതിന്റെ, വ്യാപാരം നടത്തുന്നതിന്റെ.
ഇതൊക്കെയാണ് തൃതീയ മേഖല അഥവാ സേവന മേഖല. ആരോഗ്യ മേഖലയൊക്കെ തൃതീയത്തിലാട്ടോ വരിക. അപ്പൊ കുട്ടികളെ, നമ്മളുടെ സാമ്പത്തിക മേഖലയെ 3ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. പ്രാഥമിക മേഖല, പ്രൈമറി സെക്ടർ, ദ്വിതീയ മേഖല, സെക്കൻഡറി സെക്ടർ, തൃതീയ മേഖല, തേഴ്സറി സെക്ടർ. പ്രൈമറിയിൽ വരുന്നത് കൃഷി, മത്സ്യബന്ധനം, വനസംരക്ഷണം, ഖനനം. ദ്വിതീയ മേഖലയിൽ വരുന്നത് നിർമ്മാണം, വ്യവസായം, വൈദ്യുതി, കൺസ്ട്രക്ഷൻ. തൃതീയ മേഖലയിൽ വരുന്നത് ബാങ്കിങ്, ഗതാഗതം, ആശയവിനിമയം, വ്യാപാരം. ഇത് പിന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു ഇത് തന്നിട്ടുള്ളത് പ്രധാന മുൻകരുതുകൾ, അതായത് ദേശീയ വരുമാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രിക്വേഷൻസ് ആണ്. അതായത് സ്വയം ഉപയോഗത്തിനുള്ള ഉൽപാദനം ഉൾപ്പെടുത്തണം, സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ ഒഴിവാക്കണം, ഇടനില വസ്തുക്കൾ ഉൾപ്പെടുത്തരുത്, ഹൗസ് വൈഫ് സേവനം ഉൾപ്പെടുത്തരുത്, ബ്രോക്കറേജ് കമ്മീഷൻ ഉൾപ്പെടുത്തണം. അതായത് നമ്മുടെ ദേശീയ വരുമാനത്തിലേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടതെന്നും ഉൾപ്പെടുത്തേണ്ടാത്തതും എന്നാ പറയണത്. സ്വയം ഉപയോഗത്തിനുള്ള ഉൽപാദനം, സ്റ്റെപ്പ് ക്ലാസിഫൈവിംഗ് ഇൻഡസ്ട്രി ഇൻടു സെക്ടേഴ്സ്. സ്വയം ഉപയോഗത്തിനുള്ള ഉൽപാദനം ഏതിൽ ഉൾപ്പെടുത്തണം? ദേശീയ വരുമാനത്തിൽ ഉൾപ്പെടുത്തണം. രണ്ടാമത്തത് സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ ഒഴിവാക്കണം. കാൽക്കുലേറ്റ് നെറ്റ് വാല്യൂ ആഡഡ് ഫോർ ഈച്ച് സെക്ടർ. അതേപോലെ ഇടനില വസ്തുക്കൾ ഉൾപ്പെടുത്തരുത്. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബോർഡ്. അതേപോലെ തന്നെ നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള വരുമാനവും അതേപോലെ തന്നെ ബ്രോക്കറേജ് കമ്മീഷനൊക്കെ ഉൾപ്പെടുത്തണം. അപ്പൊ അത് നമ്മുടെ ദേശീയ വരുമാനം, അത് അത്ര വലിയൊരു ഇമ്പോർട്ടന്റ് ഒന്നല്ല, ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്ത് വെക്കാന്ന് മാത്രം കേട്ടോ. അടുത്തത് നോക്കൂ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. എന്താ കുട്ടികളെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാല്? നമ്മളുടെ ഉൽപാദനത്തിന് പ്രധാനമായും 4 ഫാക്ടേഴ്സാ വരിക. നമ്മൾ ഉൽപാദനം നടത്തുമ്പോൾ, പ്രൊഡക്ഷൻ നടത്തുമ്പോൾ പ്രധാനമായും 4 ഫാക്ടേഴ്സാ വരിക. ലാൻഡ്, ലേബർ, ക്യാപിറ്റല്, ഓർഗനൈസേഷൻ. ആ ലാൻഡ്, ലേബർ, ക്യാപിറ്റല്, ഓർഗനൈസേഷന് കിട്ടുന്ന കാര്യങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. നമുക്കറിയാം, ലേബറിന് നമ്മൾ എന്താ കൊടുക്കുക? വേജ് കൊടുക്കും. ക്യാപിറ്റലിന് നമ്മൾ എന്താ കൊടുക്കുക? ഇൻട്രസ്റ്റ് കൊടുക്കും. ഇവയൊക്കെ ചേരുമ്പോഴാണ് എന്തുണ്ടാവുക? ഇൻകം ഉണ്ടാവുക. ലേബറിന് വേജും ക്യാപിറ്റലിന് ഇൻട്രസ്റ്റും ചെല്ലുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുക? ഇൻകം ഉണ്ടാവുക അല്ലെ? ശമ്പളം, വേതനം, എല്ലാ ആനുകൂല്യങ്ങളും, വാടക, ഭൂമിയിൽ നിന്നുള്ള വരുമാനം, പലിശ, ലാഭം, ഇതൊക്കെ നമ്മളെ എന്തിന് കാരണം? അപ്പം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ 4 ഘടകം വരും കേട്ടോ. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ഭൂമി, തൊഴില്, മൂലധനം, സംഘാടനം. ഭൂമിക്ക് എന്താ കിട്ടുക? ഭൂമി അയക്കുമ്പോ റെന്റ് കിട്ടും. അതേപോലെ തൊഴിലായിരിക്കുമ്പോ വേജ് കിട്ടും. ക്യാപിറ്റൽ മൂലധനം ആയിരിക്കുമ്പോ ഇൻട്രസ്റ്റ് കിട്ടും, പലിശ കിട്ടും. സംഘാടനം അഥവാ ഓർഗനൈസേഷൻ ആകുമ്പോൾ പ്രോഫിറ്റ് കിട്ടും. ഇതൊക്കെ ചേരുന്നതിനെയാണ് എന്ത് പറയുക? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുക കേട്ടോ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നതാണ് വരുമാന രീതിയിൽ വരിക. നമ്മൾ വരുമാന രീതി, ഉൽപാദന രീതി ഒക്കെ പറഞ്ഞു കഴിഞ്ഞതാണ്. ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കുറച്ച് ആശയങ്ങളാണ്. എന്താ പ്രൈവറ്റ് ഇൻകം എന്ന് പറഞ്ഞാല്? ഒരു രാജ്യത്തിന്റെ സ്വകാര്യ മേഖലയിൽ നിന്നുള്ള ആകെ വരുമാനത്തെയാണ് പ്രൈവറ്റ് ഇൻകം എന്ന് പറയാ. പ്രൈവറ്റ് ഇൻകം എന്ന് പറഞ്ഞാല് ഒരു രാജ്യത്തിന്റെ സ്വകാര്യ മേഖലയിൽ നിന്നുള്ള ആകെയുള്ള വരുമാനമാണ് പ്രൈവറ്റ് ഇൻകം. പ്രൈവറ്റ് മേഖലയിൽ നിന്നുള്ള വരുമാനം. പേഴ്സണൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ആകെ വരുമാനത്തെയാണ് പേഴ്സണൽ ഇൻകം എന്ന് പറയാ. ഇനി പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറഞ്ഞാല് നികുതി കുറച്ച ശേഷം ചെലവഴിക്കാൻ ലഭിക്കുന്ന വരുമാനം. നമുക്ക് നികുതി ഇല്ലാതെ, നികുതി കുറച്ചതിന് ശേഷം നമ്മളിൽ ചെലവഴിക്കാൻ ലഭിക്കുന്ന വരുമാനത്തെയാണ് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയാം. ഇനി നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറഞ്ഞാല് രാജ്യത്തിന് ആകെ ലഭ്യമാകുന്ന ചെലവഴിക്കാവുന്ന വരുമാനം. അപ്പൊ കുട്ടികളെ, ഏതൊക്കെ തരത്തിലുള്ള വരുമാനങ്ങളാണുള്ളത്? പ്രൈവറ്റ് ഇൻകം ഉണ്ട്. പ്രൈവറ്റ് ഇൻകം എന്ന് പറഞ്ഞാല് ഒരു രാജ്യത്തെ സ്വകാര്യ മേഖലയിൽ നിന്നുള്ള ആകെ വരുമാനം. പേഴ്സണൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ആകെ വരുമാനം. പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറഞ്ഞാൽ നികുതി കുറച്ച ശേഷം ചെലവഴിക്കാൻ ലഭിക്കുന്ന വരുമാനം. നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറഞ്ഞാൽ രാജ്യത്തിന് ആകെ ലഭ്യമാകുന്ന ചെലവഴിക്കാവുന്ന വരുമാനം. ഇനി നിങ്ങൾക്ക് 2 മാർക്കിന് വരാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ് ദേശീയ വരുമാനം? ദേശീയ വരുമാനം അളക്കുന്ന രീതികൾ ഏതൊക്കെയാണ്?
ദേശീയ വരുമാനത്തിന്റെ മേഖലകൾ ഏതൊക്കെ? ദേശീയ വരുമാനം എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ പഠിച്ചു. പിന്നെ ദേശീയ വരുമാനം അളക്കുന്ന രീതികൾ ഏതൊക്കെയാണ്? ഏതൊക്കെ രീതി നമ്മൾ പഠിച്ചത്? ഇതാണ് ദേശീയ വരുമാനം അളക്കുക. ഉൽപാദന രീതി, വരുമാന രീതി, ചെലവ് രീതി. അത് ഓരോന്നും പോയിന്റുകളാക്കി നമ്മൾ പറഞ്ഞു തന്നു. ഉൽപാദന രീതി എന്താണ്? വരുമാന രീതി എന്താണ്? ചെലവ് രീതി എന്താണ്? അതേപോലെ 3 മേഖലകൾ ഏതൊക്കെയാ ചോദ്യം. 3 മേഖലകൾ ഏതൊക്കെയാണ്? പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. പരീക്ഷയ്ക്ക് ഓർക്കേണ്ട ചില കാര്യങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ. ദേശീയ വരുമാനം അളക്കാനുള്ള രീതി, ഉൽപാദന മേഖല, ഉൽപാദന രീതി, വരുമാന രീതി, ചെലവ് രീതി, 3 മേഖലകളെ ട്രാൻസ്ഫർ പേയ്മെന്റ്. ട്രാൻസ്ഫർ പേയ്മെന്റ് പറഞ്ഞാൽ എന്താ? പെൻഷന്, സ്കോളർഷിപ്പ്, സംഭാവന ഇവയൊക്കെ ഏതില് പെടില്ല? ദേശീയ വരുമാനത്തിൽ പെടില്ല. ഇതിനെയാണ് എന്ത് പറയാ? ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ന് പറയാ. പേയ്മെന്റ് ട്രാൻസ്ഫർ ചെയ്യുക. ഏതൊക്കെ? പെൻഷൻ, സ്കോളർഷിപ്പ്, സംഭാവനകളെ, അതൊക്കെ ട്രാൻസ്ഫർ പേയ്മെന്റ്. പിന്നെ സെക്കൻഡ് ഹാൻഡ് സാധനം എന്ന് പറഞ്ഞാൽ 3 വർഷം തന്നെ മൂല്യം കണക്കാക്കിയതിനാൽ വീണ്ടും രണ്ടാമത് ഉപയോഗിച്ച സാധനങ്ങൾ. അത് അതിന്റെ മുന്നേ നമ്മൾ ഈ പഴയതൊക്കെ കൊടുക്കില്ലേ, അതൊന്നും ഏതിൽ വരില്ല? ദേശീയ വരുമാനത്തിലേക്ക് വരില്ല കേട്ടോ. ഇനി പ്രൈവറ്റ് ഇൻകം എന്താന്ന് ടീച്ചർ പഠിപ്പിച്ചു തന്നു. പേഴ്സണൽ ഇൻകം, പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം, നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം. പ്രൈവറ്റ് ഇൻകം, പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം, പേഴ്സണൽ ഇൻകം, നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം. അപ്പൊ നിങ്ങൾ ഇതിൽ ഈ ചാപ്റ്ററിൽ നിങ്ങൾ കൂടുതൽ നോക്കി വെക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ ഒന്ന് പഠിക്കുക, നന്നായിട്ട് മനസ്സിലാക്കുക. ഈ ഉൽപാദന രീതി അതെന്താന്ന് അതിന്റെ പോയിന്റ്സുകൾ നന്നായിട്ട് പഠിക്കുക. വരുമാന രീതി എന്താന്ന് പഠിക്കുക. ചെലവ് രീതി എന്താന്ന് പഠിക്കുക. അതേപോലെ തന്നെ 3 മേഖലകൾ എന്തൊക്കെയെന്ന് പഠിക്കുക. അതേപോലെ നിങ്ങൾ നന്നായിട്ട് നോക്കി വെക്കേണ്ടത് പ്രൈവറ്റ് ഇൻകം, പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം, പേഴ്സണൽ ഇൻകം, നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം. ഈ ഇൻകത്തിന്റെ ഈ പ്രധാന കാര്യങ്ങളും നന്നായിട്ട് നോക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇത് വീഡിയോ ക്ലാസ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പേഴ്സണലി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്തിട്ട് പോവാം. പിന്നെ ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക. അതേപോലെ ഇനി അടുത്ത ക്ലാസ്സിന്റെ, അതായത് ഇനി നമുക്ക് എടുക്കാനുള്ളത് എക്കണോമിക്സിൽ നമുക്ക് ഇനി 26ാമത്തെ ചാപ്റ്റർ ആണ് എടുക്കാനുള്ളത്. ആ ചാപ്റ്ററിന്റെ വീഡിയോയുമായിട്ട് നമുക്ക് ഇനിയും കാണാം. ഓക്കെ.